ഒരു കാര്യം നിവർത്തിച്ചു കൊടുക്കാൻ കഴിയണവൻ ആരല്ലാതെ അല്ലാഹ്. അങ്ങനെ വിശ്വസിച്ചതാണ്. ഈ ലോകത്തെല്ലാവരും നിന്നെ കുടുക്കിയാൽ ഒരു ചുക്കും വരാനില്ല. നീ ആരുടെ ആളാണെങ്കിൽ ആളായില്ല, അള്ളാന്റെ ആളാകാൻ മാത്രമേ മൊയ്തീൻ ശൈഖൊന്നും ചെയ്യില്ല. പക്ഷേ നിനക്ക് കൽബിൽ ആരുണ്ട്? അല്ലാഹ്. ഒരിക്കൽ അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചോനെ ഞാൻ ഇതുവരെ നിന്റെ ആളൊന്നും അല്ലാതെയാണ് ജീവിച്ചത്, എന്നാലും കുടുങ്ങിയാലോ. ബസ് ആ വാക്ക് മതി അള്ളാഹ്. ഇന്നലെ വരെ ആരാളല്ല പറയണ ചങ്ങാതി, അള്ളാഹുടെ ആളല്ല. പക്ഷെ ഇപ്പൊ ആരോട് പറഞ്ഞു അല്ലാഹ് റബ്ബേ, മതി അള്ളാഹ്, അത് മതി അള്ളാഹ്. നമ്മുടെ ക്ലാസ്സിൽ വരുന്നിരുന്ന ഒരാള് ഒരു 20 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഒരു 20 കൊല്ലം മുമ്പ് നമ്മളെ വന്നിരുന്ന ഒരു ആള്, ആ ആള് വരുന്ന ഒരാളാണ്. അയാൾ 20 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ ഒരു സംഭവം, ഞാനും എൻ്റെ പെൺകുട്ടികൾ 3 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി, കെട്ടിക്കേണ്ട സമയമായി. അപ്പൊ ഞാനും ഭാര്യയും കൂടി, ഒരു വഴി ഞങ്ങളുടെ കയ്യിലില്ല, കൂലിപ്പണിക്കാരുമാണ്, ചിലപ്പോൾ പണിയുമില്ല, അങ്ങനെ ഒപ്പിച്ചു പോവാണ്. അപ്പൊ ഞാനും ഭാര്യയും കൂടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് അള്ളാഹുവോട് ദ്വാരക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്കും. കൊല്ലങ്ങൾ ദ്വാരുന്നു, 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ദ്വാരുന്നു. മകളെ കെട്ടിച്ചില്ല. അപ്പോൾ പിന്നെ ഓള് തഹജ്ജുദിനെ എണീക്കാതെയായി. ഞാൻ വിളിച്ചാൽ തന്നെ നിങ്ങൾ ദ്വാരുന്നോടി എന്ന് പറയും. അതൊന്നും നമ്മൾ വിചാരിച്ച മാതിരി നടക്കൂലാറ്. പിന്നെ അവൾ നിസ്കരിക്കാതെയായി. പിന്നെ അവൾ നിസ്കാരം 5 വക്ത് നിർത്തി. ഇപ്പൊ എന്റെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂല, എത്ര പറഞ്ഞ് നിസ്കരിക്കാൻ കഴിയൂല. ഇവൾ നിസ്കാരം നിർത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ മകൾക്ക് കല്യാണം വന്നു, കെട്ടിച്ചു. പിന്നെ അവൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഭയാനകമായ ഒരു വാർത്തയാണ്. മനസ്സിലായില്ല. അതായത് അമിതമായി പ്രതീക്ഷിച്ചു. എന്തിനെ? മകളെ കെട്ടിക്കലിനെ. ഈ നിസ്കാരം വഴി മകളെ കെട്ടിക്കാം. നിസ്കാരം കൊടുത്തത് എന്തിനാണ്? മകളെ കെട്ടിക്കാനാ. മനസ്സിലായോ പറഞ്ഞത്? അത് അള്ളാനെ പൊരുത്തപ്പെട്ട് കൊടുത്ത അടിമയല്ല. എനിക്ക് അള്ള മതി എന്നുള്ള ചിന്തയും അവനില്ല. ധരിച്ചിട്ട് ഏറ്റവും നല്ല ആളാണെങ്കിൽ ധരിച്ചിട്ടുണ്ടാകുക എനിക്ക് നിസ്കാരം മതി എന്നാണ്. നിസ്കാരം മതിയാക്കിയാൽ നരകത്തിലെത്തും ചെയ്യും. ഫവൈലുല്ലിൽ മൂപ്പര് നിസ്കാരത്തിനും കുറ്റം പറഞ്ഞു എന്ന് പറയണ്ട. നിസ്കാരത്തിനും കുറ്റം പറഞ്ഞു, അങ്ങനെയും പറയാലോ. ഈ സൗകര്യമുണ്ടെങ്കിൽ കേട്ട മതി. അതൊന്നും അടിമക്ക് ആവശ്യമല്ല. എന്ത് മതി? പറയും, ആര് മതി? അള്ളാഹ്. ഇത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ചെയ്യും, നിസ്കരിച്ചാലും അള്ളാഹു ചെയ്യും. പിന്നെ എന്തിനാ നിസ്കരിക്കണേ? ഇഷ്ടപ്പെട്ടവന് കൊടുക്കണ്ടേ? അതല്ലേ ഉള്ളൂ. സ്വന്തം വാഴത്തോട്ടത്തിൽ ഉണ്ടാക്കിയ 1 തുല വാഴപ്പഴം ഇന്ന് ഒരു കുടുംബം എനിക്ക് കൊണ്ടുവന്നു. ഇത് ഉസ്താദിനും കുട്ടികൾക്കുമാണ് എന്ന്. എന്തിനാണ് അവരത് ചെയ്തത്? എന്താ ഒരു ഉദ്ദേശം? ഇഷ്ടം, ആ മക്കളോടുള്ള ഇഷ്ടം. അല്ലാതെ എന്താ? ഇനി തിരികെ എന്തെങ്കിലും നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? ചിന്തിക്ക്. നമ്മൾ നിസ്കരിച്ചു. ഇപ്പൊ മുഹറം 10 1 മുതൽ 9 വിൽക്കുന്നവരുണ്ട്. എന്നിട്ട് 9 ആർക്കൊണ്ട് 9 പറ്റൂ? എനിക്കതൊന്നും ഉപകരിക്കില്ല. എനിക്ക് ആര് ഉപകരിക്കും? ഞാനത് പരമാവധി നമ്മളെ ബന്ധു വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ പരമാവധി നമ്മൾ നല്ലത് വാങ്ങും. നമുക്ക് തിന്നാനല്ല, അവർക്ക് കൊടുക്കാനാണ്. പക്ഷെ ആ കൊടുക്കുമ്പോൾ തന്നെ നല്ലത് കൊടുക്കണം. ബേക്കറിന്റെ മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, വേണ്ട, ബേക്കറിയിലൊക്കെ പല സൈസ് കെമിക്കൽസ് ഉണ്ടാവും. നമുക്ക് കെമിക്കൽ ഉണ്ടെങ്കിൽ കുറവായത് ഫ്രൂട്ട്സിനാണല്ലോ, ഫ്രൂട്ട്സ് വാങ്ങാം, എന്നാ അത് മതി. ബേക്കറി ആണെങ്കിൽ 100 രൂപ. ബേക്കറിക്ക് ചുരുങ്ങിയത് 2 നോട്ടെങ്കിലും പൊട്ടിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇപ്പം തന്ന ആ നോട്ടല്ല. മനസ്സിലായി? അത് ചായക്കും നെയ്യപ്പത്തിനെ മതിയാവുള്ളൂ. ഇതല്ല, വലിയ നോട്ട്. അങ്ങനത്തെ 2 നോട്ട് പൊട്ടിച്ചാലേ ഒരു പൊരയൊക്കെ അത്യാവശ്യം. അങ്ങനെയാണല്ലോ. ഒരു കീസിന്റെ ബേക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. മര്യാദക്ക് ആ പൊരയൊക്കെ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? 1000 രൂപയെങ്കിലും പൊട്ടിക്കണം. എന്തുകൊണ്ട്? 4 പൊട്ടിച്ചു. എന്തേ? നമ്മൾ കൊടുക്കണേ നല്ല കൊടുക്കാം. മനസ്സിലായോ? നീ നിസ്കാരം നന്നാക്കി. എന്തിന്? ഞാനിത് ആർക്ക് കൊടുക്കാണ്? പറ. എന്റെ റബ്ബിന് കൊടുക്കണം, നന്നായി കൊടുക്കണം. എന്റെ കാര്യം നിവർത്തിച്ചാലും നിവർത്തിച്ചിട്ടില്ലെങ്കിലും നിവർത്തിച്ചാലും അവന്റെ ശിരവാണ്, നിവർത്തിച്ചിട്ടില്ലെങ്കിലും അവന് നിവർത്തിച്ചാലും അവന്റെ ശിരവാണ്, നിവർത്തിച്ചിട്ടില്ലെങ്കിലും അവന്റെ ശിരവാണ്. 31-ാം തീയതി ഫീസ് അടക്കണം എന്ന് പറഞ്ഞു പ്രിൻസിപ്പാള്.
ക്ലാസ്സിലെ 49 കുട്ടികളും ഫീസ് അടച്ചു. നമ്മളെ ബാപ്പ പ്രിൻസിപ്പാളെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. നമ്മൾ രാവിലെ എണീറ്റ് ബുക്കിംഗ് കൊണ്ട് എടുത്ത് ബാപ്പാനോട് പോയി പറഞ്ഞു. ബാപ്പ പറഞ്ഞു ഏജ് പോയിക്കോ. അവനൊരു മടി ഉണ്ടായില്ല. ഓനെ എണീറ്റ് ഉണ്ടാവില്ല. ഓനെ ഒന്ന് നോക്കി, പിന്നെ മറ്റേ രണ്ടാമത്തെ നോട്ടം നോക്കിയതുമില്ല. അത് നമ്മളെ ചെങ്ങായി കുഞ്ഞുമെമ്മിന്റെ മകനല്ലേ. മനസ്സിലായോ പറഞ്ഞത്? പൈസ തന്നാലും രക്ഷിതാവ് വാപ്പയാണ്, പൈസ തന്നിട്ടില്ലെങ്കിലും രക്ഷിതാവ് വാപ്പയാണ്. വാപ്പക്ക് നടക്കാത്ത കാര്യമല്ല. നിന്റെ കാര്യം നിവർത്തിച്ചു തന്നാലും അല്ലാഹു ആരാണ്? വേറെ ചങ്ങാതി, നിവർത്തിച്ചു തന്നാലും അല്ലാഹു ആരാണ്? രക്ഷിതാവാണ്. നിവർത്തിച്ച് തന്നിട്ടില്ലെങ്കിലോ രക്ഷിതാവ് തന്നെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നീ ഒരു വ്യാഖ്യാനം കൂടി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. നീ വ്യാഖ്യാനം കൂടി പറയും. നിങ്ങൾ ഒന്നുകൂടി പറയും. മനസ്സിലായില്ലേ? നമ്മൾ എന്താ രക്ഷിതാവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? രക്ഷിതാവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? രക്ഷിതാവ് എന്താ അതിനർത്ഥം? എന്താണ് പടച്ച തമ്പുരാൻ അതിനർത്ഥം പറഞ്ഞാൽ എന്താ അതിനർത്ഥം? രക്ഷിക്കപ്പെടേണ്ട സകല മേഖലകളിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണല്ലോ ആര്? രക്ഷിതാവ് അല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഒരുത്തൻ കടക്കാരൻ നിന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ, ഒരു ശത്രു നിന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ഇത് രക്ഷിക്കേണ്ടത് ആരാ? അല്ലാഹു. ഇപ്പൊ ഒരാള് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വന്നു, നമ്മളെ മേൽ ആക്രമിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ആരും രക്ഷിച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട്? നിങ്ങൾ രക്ഷിതാവല്ലല്ലോ. രക്ഷിതാവാരാ? അല്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവൻ വിചാരിച്ച നടക്കും. അവൻ രക്ഷിക്കപ്പെടും, അവൻ രക്ഷിക്കാത്തവൻ രക്ഷപ്പെടൂല. വളരെ ചിന്തിക്ക്. ഇപ്പൊ കാര്യങ്ങൾ നടന്നിട്ടിയ പോരെ. കഴിഞ്ഞ പോലെ തെറ്റിയിട്ടുണ്ട്, അല്ലാഹു മതിയാവും. കൊല്ലം എനിക്ക് വലിയ ഭാവി ഉണ്ടാവണം, അല്ലാഹു മതിയാവും. അപ്പൊ ആരിൽ ഒതുങ്ങിക്കോ. ആശുറായിന് നോമ്പ് വെച്ചാൽ വരെ ഒതുങ്ങണ്ട. നോമ്പ് നോറ്റാളാ, നോമ്പ് വിൽക്കണ്ട. ആശുറാ നോമ്പ് വിൽക്കൽ നിർബന്ധമുണ്ടോ? ആശുറായിൽ നോമ്പ് വിൽക്കൽ നിർബന്ധമുണ്ടോ? ഞാൻ വയലിന് പോയതുകൊണ്ട് ആ നോമ്പ് മുടങ്ങിയെന്ന് വിചാരിക്കണ്ട. അത് നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്. എൻ്റെ കുട്ടിക്കാലത്ത് അറഫ നോമ്പ് ആശുറാവ് നോമ്പൊന്നും 90% ആളുകൾ നോക്കൂല. എൻ്റെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ചില കാലത്ത് പാടത്തെ പണിയാണെങ്കിൽ, ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. കൃഷിപ്പണിൻ്റെ സമയത്ത് റമദാൻ മാസം ആണെങ്കിൽ വരെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ചിലർ മുങ്ങും. പിന്നെന്താ ആശുറാവ് പണിൻ്റെ അടിയിൽ ഇങ്ങനെ കാണാതെ അറിയാവുന്നതാണ് ചില ആളുകൾ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ ഓരൊക്കെ മുമ്പിനായി മനുഷ്യരുണ്ട്. ഞാൻ ആശുറാ നോമ്പ് വിൽക്കാതിരിക്കാൻ പറയാനല്ലോ, നോമ്പ് വിൽക്കണം, നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷേ അതിന്റെ പേരൊന്നും പിടികൂടൂല. എന്താണ് ആശുറാ? സുന്നത്താണ്. എന്താ സുന്നത്ത്? ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല. ഒന്നിനെ അവലംബിക്കണ്ട. ആരവലംബിക്കണം? എനിക്കെന്റെ റബ്ബ് മതി. അവൻ പഠിച്ചതിന്റെ സ്വന്തം ആളോ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ആളോ, അല്ലെങ്കിൽ നോമ്പിന്റെ ആളോ, ചിലപ്പോൾ നിസ്കാരത്തിന്റെ ആളോ. നിസ്കാരം വഴി പടച്ചു തുറന്നു തരും എന്ന് നീ വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിച്ചോ. വിശ്വസിക്കാതിരുന്നോ, എനിക്ക് റബ്ബ് മതി വിശ്വസിച്ചാളാ. ചിലപ്പോ എത്ര നിസ്കരിച്ചാൽ റബ്ബ് തുറന്നെന്നുള്ളന്നില്ല. നിസ്കാരം നിനക്ക് മടുക്കും, അള്ളാനെ മടുക്കൂല. നോമ്പ് നിനക്ക് മടുക്കും, അള്ളാനെ മടുക്കൂല. നിസ്കാരം മടുക്കാം, നോമ്പ് മടുക്കാം, അതൊക്കെ മടുത്തു പോവും. ആരെ മടുക്കൂല? അള്ളാനെ അടുത്ത കഴിഞ്ഞില്ല. ഒരാൾ കെസിൽ കൊണ്ട് സുന്നത്ത് സ്കെച്ചില്ല, കഫറാവും. ഒരാൾ അള്ളാവിനെ ഒഴിവാക്കിയാൽ ആ സെക്കൻഡ് കഫറാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അവലംബം അതൊന്നുമല്ല. മദീന പള്ളിയിൽ സ്വഫ് ശരിയാക്കിയിരുന്ന ആളാണ് അബ്ദുല്ലാഹിബിൻ ഉബൈ എന്ന് മഹത്തുക്കളായ സൂറത്തുൽ മുനാഫിഖൂനയുടെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കളായ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഫ് ശരിയാക്കി നിർത്തും ഇവൻ ചിലപ്പോഴെല്ലാം. അയാളെ കാര്യത്തിൽ ഇറങ്ങിയ സൂറത്താണ് ഏത്? സൂറത്തുൽ മുനാഫിഖൂൻ. മുനാഫിഖാണ്, നിസ്കാരത്തിനുണ്ട്, സ്വഫ് ശരിയാക്കും. പക്ഷെ ആരെ കൂടെ അല്ല, വേറെ ഒരാളെ ഹദീസ് പറയുന്നുണ്ട്. ലം യഅമൽ ഹസനത്തൻ ഖത്തു, ജീവിതത്തിൽ ഒരു നന്മയും അയാൾ ചെയ്തതേ ഇല്ല. ഇത് ഖശിയത്തിന്റെ ബാബിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ. ഹബീബായ റസൂൽ പറഞ്ഞു, ഒരു കഥ പറഞ്ഞു, ഒരു ഇസ്രായേലിയുടെ കഥ പറഞ്ഞു പുണ്യ റസൂൽ മുസ്തഫ. ഈ ഹദീസ്
ഖശിയത്തുല്ലാ എന്ന ബാബിൽ സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഹദീത്ത്? ഒരു മനുഷ്യൻ മരിക്കാനായപ്പോൾ തന്റെ അഖ്രിബായിനോട് വസിയത്ത് ചെയ്തു, ഇദാ മിത്തു, ഞാൻ മരിച്ചാൽ ഫഹരിഖൂനി, നിങ്ങൾ എന്നെ കരിക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കരിക്കുക, എന്നിട്ട് ആ ചാരം പകുതി കടലിലെറിയ പകുതി കരയിലെറിയ. അപ്പോൾ അഖ്രിബായി ചോദിച്ചു, ലിമ ഉസൈത, ഇതെന്ത് വസിയത്താണ്, ഇങ്ങനെ വസിയത്ത് നീ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു അന്തു തഅലമൂന, നിങ്ങൾക്ക് അറിയാലോ, അന്നീ ലം അഅമൽ ഹസനത്തൻ ഖത്തു, ഞാൻ എന്റെ ജീവിതത്തിൽ നന്മയും ചെയ്തിട്ടേ ഇല്ല. ഇദാ അഖദനി റബ്ബി യുഅദ്ദിബുനി അദാബൻ ലം യുഅദ്ദിബ് അഹദാ, എന്നെ എങ്ങാനും പടച്ചോൻ പിടികൂടുകയാണെങ്കിൽ ഒരാൾക്കും കൊടുക്കാത്ത ശിക്ഷയായിരിക്കും എനിക്ക് തരിക എന്നതുകൊണ്ടാണ് എന്നെ ഒരിടത്ത് മാത്രം ഇടരുത്, പകുതി കരയിലും പകുതി കടലിലും എറിയണം എന്ന് ഞാൻ പറയുന്നത് എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഫലമ്മ മാത്ത, ഹബീബായ നബി ഒരു കഥ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അയാൾ മരിച്ചപ്പോൾ ഫഹറഖൂഹു, അവരെല്ലാരും അയാളെ ചുട്ടുകരിച്ചു. എന്നിട്ടോ അയാളെ ചാരം വെണ്ണീരെടുത്തിട്ട് കടലിലും കരയിലും ഒക്കെ അങ്ങോട്ട് ബേദറി അങ്ങോട്ട് ഇല്ലാതെയാക്കി. അങ്ങനെ അവസാനം അയാൾ മരിച്ചതിൽ പിറകെ അയാളെ അള്ളാഹുന്റെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് അള്ളാഹു ആദ്യം ചോദിക്കുന്നത്, ലിമ ഔസൈത മാ ഔസൈത, എന്താ ഇങ്ങനെ ഒരു വസിയത്ത് ചെയ്തത്? എന്താ ചോദിച്ചത്? ലിമ ഔസൈത മാ ഔസൈത, നീ എന്താ ഇങ്ങനെ ഒരു വസിയത്ത് ചെയ്തത്? ഫഖാല, അപ്പൊ അയാൾ പറഞ്ഞു, മിൻ ഖശിയതിക യാ റബ്ബി, എന്നെ പേടിച്ചിട്ടന്നെ റബ്ബേ. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഖശീതനി, ചിന്നെ പേടിച്ചില്ലേ, ഫദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കയറിക്കോ. ഇത് വിടരുത്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് വിടരുത്, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇത് വിടരുത്, ഇത് വിടരുത്, ഇത് വിടരുത്. കൽബിൻ്റെ ആര് പോവാ? നിസ്കാരം ഉണ്ടാവും, കൽബിൽ അല്ലാഹു ഉണ്ടാവില്ല. ഒരാൾക്ക് നിസ്കാരമില്ല, കൽബിൽ ആരുണ്ട്? അല്ലാണ്ട് ഞാൻ നിസ്കരിക്കാൻ വരാറില്ല. ഇയാൾ ജീവിതത്തിൽ നന്മയും ചെയ്തിട്ടേ ഇല്ല, അയാളെയും രക്ഷപ്പെടുത്തിയേക്കാം, രക്ഷപ്പെടുത്തുന്നതല്ല, രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ കൽബിൽ ആരുണ്ട്? അള്ളാഹുവിനോട് ഇയാൾ പറഞ്ഞു, എന്നെ പേടിച്ചിട്ടാ ഞാനത് ചെയ്തത്. അപ്പോൾ അള്ളാഹിന്റെ മറുപടി, ഖശീതനി, ഖശീതനി, ഇതിനെ പേടിച്ചു, മതി 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 മതി. ഏതാണ് ബാബ്? മനസ്സിലായോ? ഇയാളെ പറ്റി നബി പറഞ്ഞതാ. എന്ത്? ലം യഅമൽ ഹസനതൻ ഖത്തു, ഇയാൾ ജീവിതത്തിൽ ഒരു നന്മ ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല എന്നൊക്കെ ബോധമുണ്ട്. എന്താണ് പറഞ്ഞത്? അന്നീ ലം അഅമൽ ഹസനതൻ ഖത്തു, ഞാനും നന്മ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ കോടതിയിൽ ഹാജരായപ്പോൾ അയാളെന്താ പറഞ്ഞത്? എന്റെ അങ്ങനെ വസിയത്ത് ചെയ്തു, ഞാൻ നന്മ ചെയ്തിട്ടില്ല, നിനക്കറിയാലോ, ജിന്നെ പിടികൂടരുത്. ഈ കടലെന്നും കരയിലും കൂടെ ഒക്കെ ബെതറിയ ജി പിടിക്കൂലെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ ഈ ജാതി വളവനാ എനിക്കറിയില്ലല്ലോ, പക്ഷെ എല്ലാം കൂടി കൂട്ടിലല്ലേ പിടിച്ച്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അത്രയും വലിയ ഹക്കീമിനാണെന്നും അത്ര വലിയ കഴിവുള്ളവനെ എനിക്കറിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അത്ര വലിയ കുദ്റത്ത് പോലും ഇയാൾക്ക് പറ ഇയാൾ ശറഉലക്കായത് പഠിച്ച് ഓതിയത്ത് പൂർത്തിയായ ആളാണോ? കുട്ടിയെ ഇല്ല. ഇയാൾ 3-ാം ക്ലാസ്സിലെ അഖീദ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. 3-ാം ക്ലാസ്സിലെ അഖീദ പഠിച്ചാൽ ഈ വസിയത്ത് ചെയ്യില്ലല്ലോ. പറഞ്ഞു മനസ്സിലായോ? സാധാരണ 3-ാം ക്ലാസ്സിലെ അഖീദ വരെ ഇയാൾ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എവിടെ കൊണ്ട് എറിഞ്ഞാലും അള്ളാഹു അവിടുന്ന് എന്നെ എടുക്കും എന്ന ഒരു അടിസ്ഥാന ബോധപ്പങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഓത്തൊക്കെ കിടക്കട്ടെ. ബഹുമാനപ്പെട്ട മദ്രസയിൽ പോയാൽ തന്നെ എന്ത് വിവരണ്ടാവും? നമ്മൾ ഏത് കളിച്ചാലും നമ്മൾ ആര് പിടിക്കും? അല്ലാഹ്. മനസ്സിലായല്ലോ? ഇയാൾക്ക് ആ വിവരവും ഇല്ല. അപ്പൊ അയാളുടെ തൗഹീദിനെ പറ്റിയുള്ള വിവരം പോലും പൂർത്തിയല്ല. അല്ലാഹു അത്ര വലിയ അലാ കുല്ലി ഷൈഇൻ ഖദീറാണ് എന്ന വിവരം ഇയാൾക്ക് ഇല്ല. പക്ഷെ അയാൾ ഖശിയ റബ്ബഹു, റബ്ബിനെ പേടിച്ചു. അതേ സമയത്ത് അത് മതിയായതുമില്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഒന്ന് നിസ്കരിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഒരു നന്മയും ചെയ്തില്ല. അള്ളാഹുവിനെ പേടിയുണ്ട്, രക്ഷപ്പെട്ടു. ഒരാൾ നിസ്കരിച്ചു, അയാളെ പറ്റി മുസല്ലി എന്ന് അല്ലാഹു പറഞ്ഞു. മുസല്ലി പെട്ടതുകൊണ്ട് നരകത്തിൽ കിടന്നു.
മുസല്ലീങ്ങളിൽ പെടാത്തത് കൊണ്ട് നരകത്ത് കിടന്നു. മുസല്ലീങ്ങളിൽ പെട്ടതുകൊണ്ട് നരകത്ത് കിടന്നു. 2 സ്ഥലമുണ്ട് ഖുർആനിൽ. അറിയോ? അല്ലെങ്കിൽ ഞാനാണല്ലോ മേലെ കയറിയിരിക്കുന്നത്, ഞാനല്ലേ പറയണ്ട്. അറിയോ? മാ സലക്കകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഏതാ സൂറത്ത്? നോക്ക് താഴെ അവൻ്റെ കുട്ടിയാ, ഞാൻ ഖുർആനിലെ വിദ്യാർത്ഥിയാ. അള്ളാഹു നല്ല ഹഫിലിങ്ങളാക്കട്ടെ നമ്മളെ മക്കളൊക്കെ. മുദ്ദസ്സിർ ആയിക്കോട്ടെ, മുദ്ദസ്സിർ നോക്ക്. قالوا لم نكن من المصلين ما سلككم في سقر قالوا لم نكن من المصلين. അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഹിഫ്ള് കൊടുക്കട്ടെ. നല്ല മക്കളായി അള്ളാഹു എല്ലാ മക്കളെയും നല്ല മക്കളാക്കി കൊടുക്കട്ടെ. നോക്കുന്നു, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ സ്വഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലക്കകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നോക്ക്, സഖർ എന്ന അതിഭയാനകമായ നരകത്തിൽ ചിലർ കടക്കും. അപ്പോൾ അവരോട് മറ്റുള്ളവർ ചോദിക്കും, മാ സലക്കകും ഫീ സഖർ, സഖർ എന്ന അതിഭയാനകമായ നരകത്തിൽ നിങ്ങൾ എത്താനുള്ള കാരണം എന്ത്? ഖാലു, അവര് നരകത്തിൽ കിടന്ന് മറുപടി പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ മുസല്ലീങ്ങളിൽ പെട്ടില്ല, നിസ്കരിക്കുന്നവർ. മനസ്സിലായില്ലേ? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല. അല്ലേ? പറ ഏതാ സൂറത്ത്? മുദ്ദസ്സിറിൽ നിന്ന് 42, 43 ആയത്താണ് ഓടിയത്. ശരി, അടുത്ത നേരെ മാഴൂനിലേക്ക് വാ. ولا يحض على طعام المسكين فويل للمصلين. فويل നാശം. ഒരർത്ഥം ഭയാനകമായ വൈലെന്ന നരകം. യസ്തഈദു മിൻഹാ ബാഖി ജഹന്നം ഫീ കുല്ലി യൗമിൻ 400 മറ. സ്വാവിലിന്റെ ഹദീസ്. മറ്റുള്ള നരകഭാഗങ്ങൾ വയലിനെ പറ്റി പറയുന്നത് എന്താ? ഒരു ദിവസം 400 വട്ടമെങ്കിലും നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടും. അള്ളാഹുവേ, നീ ഞങ്ങളെ വയലാക്കരുതേ. അത്രയും ഭയാനകമായ നരകമാണ് ഏത്? മനസ്സിലായില്ല? ഏറ്റവും ഭയാനകമായ നരകമാണ് ഏത്? വയല്. ആ വയലിനെ പറ്റി ഹബീബായ നബി പറഞ്ഞു, യസ്തഈദു മിൻഹാ, വയലെന്ന നരകത്തെ തൊട്ട് കാവൽ തേടും. ബാഖി ജഹന്നം, നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ, ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും 400 മറ, 400 വട്ടമെങ്കിലും. അപ്പൊ മറ്റു നരകഭാഗങ്ങൾ ഒരു ദിവസം 400 വട്ടമെങ്കിലും കാവൽ തേടുന്ന അത്ര ഭയാനകമായ നരകമാണ്. പക്ഷേ ഞങ്ങൾ എന്താക്കരുത്? വൈലാക്കരുത് എന്ന് പറയുന്ന ഭയാനകമായ നരകമാണ് ഏത്? വൈൽ. ആ നിലക്കർത്ഥം വെച്ച് നോക്കാം. വയലിന് 2 അർത്ഥമുണ്ട്, നാശം അല്ലെങ്കിൽ വയൽ എന്ന നരകം. അപ്പോൾ മുസല്ലീങ്ങൾ എത്തിച്ചേരും. എല്ലാ മുസല്ലീങ്ങളും ചില മുസല്ലീങ്ങൾ എവിടെ എത്തിച്ചേരും? വയലിൽ. നരകത്തിൽ കടന്നത് മുസല്ലീങ്ങളിൽ പെടാത്തോണ്ട്, നരകത്തിൽ കടന്നത് മുസല്ലീങ്ങളിൽ പെട്ടതുകൊണ്ട്. എന്നാൽ ഫവൈലുൽ ലിൽ ഖാശിഈൻ എന്നൊരായത്ത് ഇല്ല. നിസ്കാരം ഏത് കള്ളനും ചെയ്യാം, നോമ്പ് ഏത് കള്ളനും ചെയ്യാം, ദിക്ർ ഏത് കള്ളനും ചെയ്യാം. എന്നാൽ ഖുശൂ ഒരു കള്ളൻ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അല്ലാഹുവിനോട് റസൂലിനോടുള്ള മഹബ്ബത്ത്, ഫവൈലുൽ ലിൽ മുഹിബ്ബീൻ എന്നൊരായത്ത് ഇല്ല, ഹദീസ് ഇല്ല. എന്തുകൊണ്ട്? മുഹിബ്ബീങ്ങൾക്ക് കളങ്കണ്ടാവില്ല. മനസ്സ് പൂർണ്ണമായി റബ്ബിന് കൊടുത്താലേ ഹുബ്ബാകുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മളെന്താ ഓഡിറ്റിംഗ് നടക്കുന്ന സമയം അവസാനിപ്പിക്കാം. ഓഡിറ്റിംഗ് ടൈമാണ്. 1446-ന്റെയും 1447-ന്റെയും ഇടയിലെ ഓഡിറ്റിംഗ് ടൈമാണ് ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയാണ് ഓഡിറ്റിംഗ് തുടങ്ങിയത്, ഈ ആഴ്ച ഓഡിറ്റിംഗ് അവസാനിപ്പിക്കാം.
മനസ്സിലായില്ലേ? ആ വാക്കിന് അർത്ഥം പറയാം. പേടിക്കേണ്ട. കൽബിൽ ആരെ വെച്ചാൽ മതി? അല്ലാ. പേടിക്കേണ്ട, ഒന്നിനും കണക്കാക്കണ്ട. ആരെ കണക്കാക്കാം? അല്ലാ. ഒരു മോശപ്പെട്ട വ്യക്തി അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവന്ന വ്യക്തിയെ കുറിച്ച് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുസ്തഫ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കോടതിയിൽ അയാൾ വന്നതിൽ പിന്നെ അള്ളാഹു അയാളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വിധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്ത് വിധിക്കണമെന്നാണ് നിന്റെ താല്പര്യം? അയാൾ പറയും, അന്റെ റബ്ബി തഖ്ലി ബിമാ തഖ്ലി, എന്ത് വിധിച്ചാലും വേണ്ടില്ല റബ്ബേ, നിന്റെ റബ്ബല്ലേ. അപ്പോൾ അയാൾ പറയും, അപ്പോൾ റബ്ബ് പറയും, ജഹന്നം, ഞാൻ നിനക്ക് നരകം വിധിക്കാണ്. എന്താ എന്റെ അഭിപ്രായം എന്താ? അപ്പോൾ റബ്ബി, നിന്റെ റബ്ബല്ലേ, ഞാൻ ഇഷ്ടപ്പെട്ടു റബ്ബേ. അയാൾ فلما سمع كلام ربه اقضي لك بجهنم ففر الى جهه جهنم فوقع فيها فخمدت النار. ഓടും, നിനക്ക് ഞാൻ നരകമാണ് വിധിച്ചത് എന്ന് അല്ലാഹു പറഞ്ഞത് കേട്ടത് പാതി ഇയാൾ നരകത്തിന്റെ ഭാഗത്തേക്ക് ഓട്ടമോടും. അങ്ങനെ അയാൾ എന്തിൽ ചാടി? നരകത്തിൽ ചാടി. അതോടുകൂടെ നരകത്തിന്റെ ആ ഏരിയയിലെത്തി, കെട്ടുപോയി. എന്റെ നിസ്കാരക്കാരനെ കഴിക്കാൻ നരകത്തിന് കഴിയും, നോമ്പുകാരനെ കഴിക്കാൻ നരകത്തിന് കഴിയും, റാക്കിറിനെ കഴിക്കാനും കഴിക്കാനും. റാക്കിർ എന്നതിന്റെ കേസ് മനസ്സിലായില്ലേ? വെറുതെ ഉരുവിട, കൽബിൽ റബ്ബില്ല. അവനെ കഴിക്കാനും അല്ലാഹുവിന് നരകത്തിന് കഴിഞ്ഞേക്കാം, എന്നാൽ റാളിയെ കഴിക്കാൻ നരകത്തിന് കഴിയില്ല. അവന്റെ റബ്ബിൽ റാളിയാണ്. എന്താണ് ഈ റാളിയാകൽ? ദുനിയാവിൽ തന്നെ ശിക്കായത്ത് പറയാതിരിക്കൽ. ഓഡിറ്റിംഗ് അവസാനിക്കാണ്. എന്താ പറയുള്ളത്? അവനാന്റെ ഇല്ലായ്മയും വല്ലായ്മയും ഒരാളോട് പറയരുത്. അവനാന്റെ ഇല്ലായ്മയും വല്ലായ്മയും ഒരാളോട് പറയരുത്, ഒരാളോട് പറയണം. ആരാണത്? ഞാൻ അഷ്റഫെ, എന്റെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ച്. അഷ്റഫ് തിരക്കടില്ല, എന്റെ വീടും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, അത്യാവശ്യം തിരക്കടില്ല, നല്ല ജോലിയുണ്ട്, ഏട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ ഉഷാറുള്ള ആളുകളുമാണ്, നല്ല കുടുംബമാണ് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇജ്ജ് എന്നോട് വന്ന് പറഞ്ഞത്, ഉസ്താദേ ഒരു രഹസ്യം പറയാം, പുറത്ത് പറയാൻ പറ്റൂല, ഈ കുപ്പാൻ തന്നെ ഉള്ളൂ കേട്ടോ, നാടാകെ കൊടുക്കാനാ, പുറത്തിറങ്ങാൻ വയ്യ ഉസ്താദേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പെണ്ണുങ്ങളോട് എന്താ പറയാ? എടി അത് നമുക്ക് വേണ്ട. പറയല്ലേ? അങ്ങനെയല്ലേ പറയാ? മര്യാദക്ക് ഒരു കഞ്ഞിക്കൈയിൽ കിട്ടുന്നിടത്തേക്ക് മകളെ പറഞ്ഞേക്കാനല്ലാതെ ഒരു വാപ്പ ആഗ്രഹിക്കില്ലല്ലോ. എന്നോട് നിന്റെ ഇല്ലായ്മ പറഞ്ഞിട്ട് നിനക്ക് കിട്ടിയേ? നാട്ടിലുള്ളവരോടൊക്കെ ഇല്ലായ്മ പറഞ്ഞിട്ട് എന്താ നിനക്ക് കിട്ടിയത്? നിന്റെ അഭിമാനം ആരടാ? ഇവിടെ ഒരു കാര്യം നിവർത്തിച്ചു കൊടുക്കാൻ കഴിയണവൻ ആരല്ലാതെ അല്ലാഹ്. അങ്ങനെ വിശ്വസിച്ചതാണ്. ഈ ലോകത്തെ എല്ലാവരും നിന്നെ കുടിക്കാൻ ഒരു ചുക്കും വരാനില്ല. നീ ആരുടെ ആളാണെങ്കിൽ ആളായില്ല, അള്ളാന്റെ ആളാകാൻ മാത്രം മൊയ്തീൻ ശൈഖൊന്നും ചെയ്യില്ല. പക്ഷേ നിനക്ക് കൽബിൽ ആരുണ്ട്? അല്ലാഹ്. ഒരിക്കൽ അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചോനെ ഞാൻ ഇതുവരെ നിന്റെ ആളൊന്നും അല്ലാതെയാണ് ജീവിച്ചത്, എന്നാലും കുടുങ്ങിയാലോ. ബസ് ആ വാക്ക് മതി അള്ളാഹ്. ഇന്നലെ വരെ ആരാളല്ല പറയട ചങ്ങാതി, അള്ളാഹുടെ ആളല്ല. പക്ഷെ ആരോട് പറഞ്ഞു? അല്ലാഹ് റബ്ബേ. മതി അള്ളാഹ്, അത് മതി അള്ളാഹ്. ഇത് മുതലാളിയുടെ പേരെ പോയി പറഞ്ഞാൽ ഇത് വഷളവും. എന്തിനാടാ ഇരുകാലിയെ പ്രശംസിച്ച് നടക്കുന്നത്? പ്രശംസിക്കാൻ ബില്ലാഹി ലില്ലാഹി അല്ലാതെ ഒന്നുമില്ല. ബില്ലാഹി ലില്ലാഹ് ബില്ലാഹി ലില്ലാഹ്. അവസാനിപ്പിക്കാം, ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. ഓഡിറ്റിംഗ് അവസാനിച്ചു. കഴിഞ്ഞ കൊല്ലം ദോഷം ചെയ്തിട്ടുണ്ട്, ഈ കൊല്ലം ചെയ്യണ്ട, അള്ളാഹു കാക്കട്ടെ. പക്ഷെ അത് ആർക്ക് വിട്ടാളാ? അള്ളാഹ് ജീവിതമനുസരിച്ച് പറയാനൊന്നും കഴിയൂല. ഇക്കൊല്ലം നേരായി നടക്കണം. ആരോട് പറഞ്ഞു? അല്ലാഹ് എനിക്ക് എന്റെ മുതൽ
എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എന്തിനു കിട്ടാൻ من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. അവസാനിപ്പിക്കാം. അപ്പൊ അവസാനിപ്പിക്കാണ്. ഓഡിറ്റിങ്ങിന്റെ അവസാന ഭാഗത്ത് ഒരു വാക്ക് മറക്കരുത്. ഇങ്ങോട്ട് ഒറ്റ വാക്ക്. അള്ളാഹു നമ്മളെ അഭിമുഖീകരിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താ? ഞാനേ അള്ളാഹു അൻതാന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞു? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ രക്ഷിതാവാണട്ടാന്ന് പറഞ്ഞു. അള്ളാഹു എന്ന് പറഞ്ഞില്ല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ലില്ലാനെ പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ വ്യാഖ്യാനിച്ചു റബ്ബിൽ ആലമീൻ. കാരണം റബ്ബിനെ മനസ്സിലാവും. ഇവിടെ വരുന്നതിൻ്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരെ തിരിയും? റബ്ബിനെ തിരിയും. അള്ളാഹനെ പിന്നെ വന്ന് പഠിച്ചതാ. റബ്ബിനെ അന്നേ അറിയും. എന്താ റബ്ബിൻ്റെ അർത്ഥം? അള്ളാഹ് അങ്ങോട്ട് വാങ്ങണോനാ, റബ്ബ് ഇങ്ങോട്ട് തരുന്നോനാ. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒക്കെ ഒരാൾ തന്നെയാ. രണ്ടാക്കും രണ്ട് പേരാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അമ്മോഷാക്കാൻ്റെ കമ്പനിയിലാണ് മരുമോന് ജോലി എങ്കിൽ ഈ മരുമോന് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന്, പൊരയിൽ വന്നാൽ പുതിയാപ്പള, കമ്പനിയിൽ വന്നാൽ ജോലിക്കാരൻ. രണ്ട് ഹൈത്തിയത്ത. കമ്പനിയിൽ വരുമ്പോൾ നെയ്ച്ചോറിൻ്റെ മേലെ കോഴി നിർത്തി പിടിച്ചു കൊടുക്കല്ലേ പണിയെടുക്കാം. രണ്ട് ഹൈത്തിയത്ത. അള്ളാഹു ആണ്, അള്ളാഹു റബ്ബാണ്. നമ്മുടെ അള്ളാഹു നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് ഞാൻ അള്ളാഹു ആണെന്നല്ല, ഞാൻ റബ്ബ് അങ്ങോട്ട് വാങ്ങണോനാ. അല്ല, അള്ളാഹു അങ്ങോട്ട് വാങ്ങണോനാ, റബ്ബ് ഇങ്ങോട്ട് തരുന്നോനാ. എന്താ റബ്ബിന്റെ അർത്ഥം? നിങ്ങളെ രക്ഷിച്ചു തരാന്നാ. അള്ളാന്റെ അർത്ഥം എന്താ? ഇബാദത്ത് ഏറ്റുവാങ്ങുന്നവനാ. അത് നമ്മളോട് കൊടുക്കേണ്ടതാ. റബ്ബ് ഇങ്ങോട്ട് തരുന്നതാ. ആദ്യം തന്നെ അള്ളാഹ് പറഞ്ഞു ഇങ്ങോട്ട് തരണം എന്നല്ല, അങ്ങോട്ട് തരാന്നാ. പിന്നെ ഇതിന് വരുന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ അള്ളാഹു ആണട്ടാ, ഞാൻ ആരാധനക്ക് അർഹനാണ്, കുറച്ചൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നാണോ അള്ളാഹ് ആദ്യം പറഞ്ഞത്? അയ്യേ, മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു ആദ്യം ഞാൻ അള്ളാഹു ആണെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? വെറുതെ കളിക്കാനൊന്നും വിടൂല, നിങ്ങളെ ഞാൻ കുറച്ച് ഇബാദത്ത് എടുപ്പിക്കുന്നല്ലേ അതിന്റെ അർത്ഥം? അള്ളാഹു ആദ്യം ഇബാദത്തിനെ പറ്റിയേ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബ് എന്നുള്ള ഞമ്മക്കൊന്നുമില്ല, അവിടുന്ന് ഇങ്ങോട്ട് കിട്ടണാണ് റബ്ബ്. മനസ്സിലായില്ല? ഇലാഹ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണാണ്, അള്ളാഹ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണം, റബ്ബ് ഇങ്ങോട്ട് കിട്ടണം. അതുകൊണ്ടാണ് അവസാനത്തെ സൂറത്തും റബ്ബോണ്ട് തുടങ്ങിയത്, അതിന്റെ മുമ്പുള്ള സൂറത്തും റബ്ബോണ്ട് തുടങ്ങിയത്. രണ്ട് സൂറത്ത് ഒന്നിച്ചു വന്നു, അതാണ് ഒന്നിച്ച് കിടക്കണത്. ബി റബ്ബിൽ ഫലഖ്, ബി റബ്ബിൻ നാസ്. എന്റെ റബ്ബ്, എന്റെ റബ്ബിന്റെ അർത്ഥം നിങ്ങളെ ഞാൻ രക്ഷിക്കും. നിങ്ങളെ ഇബാദത്ത് ചെയ്താലും രക്ഷിക്കും, ചെയ്താലും രക്ഷിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ബോധം വേണം, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അപ്പാനോട് ചോദിച്ച് ഫീസ് അടച്ചിട്ടില്ല, നടന്നു പറഞ്ഞു. കുറെ ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ വാതിൽ ചവിട്ടുന്നുണ്ട് സുബൈക്ക് എണീക്കാൻ. അപ്പോഴൊന്നുമില്ലാത്തൊരു ബാപ്പ ഇനിയിപ്പോൾ വേണ്ട, നടന്നു പറഞ്ഞു. ബാപ്പ അപ്പം ഉമ്മ എടുത്തി, ഉമ്മ എന്ത് പറഞ്ഞു? ബാപ്പ കൃത്യം ഭർത്താനാ പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ 4 ആഴ്ച ഫീസ് അടക്കാൻ നടക്കും. കാരണം ബാപ്പ പറഞ്ഞത് കേട്ടാലേ മനസ്സിലായില്ല. നമ്മൾക്ക് ഏറ്റവും വേണ്ടത് റബ്ബ് എന്നെ രക്ഷിക്കുമെന്ന ബോധവും വിശ്വാസവും ഉറപ്പുമാണ്. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു നമ്മളെ രക്ഷിക്കും. ആരെ രക്ഷിക്കും? ആരെയും രക്ഷിക്കും. അതേസമയം അവൻ്റെ കൽപ്പനകൾ, രക്ഷിക്കുന്നവൻ്റെ കൽപ്പനകളെ പാലിക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട്. എങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ട് രക്ഷിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ പറഞ്ഞത്? കേവലം ആരാധനയുടെ കേസ് കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട, വിശ്വാസം കൊണ്ട് രക്ഷപ്പെടൂ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹുവാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ ഒന്നുകൂടി ഒറ്റ വാക്ക്, മൻ അസ്വാബഹു ഹമ്മുൻ ഔ ഗമ്മുൻ, എന്തെങ്കിലും ഒരു മനക്ലേശമോ പ്രയാസമോ ഒരാളെ ബാധിച്ചാൽ ഫല്യഖുൽ, അയാൾ പറഞ്ഞു കൊള്ളട്ടെ. ഇമാം തുബ്രാനി തന്റെ മുഅ്ജമിൽ രേഖപ്പെടുത്തിയ ഹദീസ്. എന്ത് പറഞ്ഞു കൊള്ളട്ടെ? മുസ്തഫ നബി പറഞ്ഞു. ഇമാം തുബ്രാനി തന്റെ മുഅ്ജമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അജീബ തങ്ങൾ തന്റെ ഇഖാലിൽ നിന്നാണ് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത്. എന്താ ഹബീബായ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? മൻ അസ്വാബഹു ഹമ്മുൻ ഔ ഗമ്മുൻ, കാരണം
അറിഞ്ഞതോ അറിയാത്തതോ ആയ ഏത് തരം ടെൻഷൻ മനക്ലേശം ഒരാളെ ബാധിച്ചാൽ അയാൾ പറഞ്ഞുകൊള്ളട്ടെ. എന്ത്? ഉറക്കെ അല്ലാഹു അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. ബസ്, നീ ഒന്നും പറയണ്ട. അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. ഇത് പറയാൻ പറ്റാത്ത ഒരാളും ഇല്ലല്ലോ. പറ, ഇപ്പൊ തന്നെ മനപ്പാടാക്ക്. അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ശൈആ. 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 എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് അല്ലാഹു മതി. അല്ലാഹ് എനിക്ക് അല്ലാഹു മതി. ലാ ഉശ്രികു ബിഹി ശൈആ. അവനെ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അഥവാ ഒന്നിലും ഒരു ഉപകാരത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അടിയിലിട്ട് പറയാ, മനസ്സിലായില്ലേ? ഒന്നിലും ഞാൻ വില കണക്കാക്കുന്നില്ല. ആരെയല്ലാതെ? അല്ലാഹ്. എന്റെ കയ്യിലുള്ള പൈസ എനിക്ക് ഉപകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ റബ്ബ് എനിക്ക് ഉപകരിക്കുമെന്ന് അല്ലാഹു എനിക്ക് ഉപകരിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ട്. എന്റെ കാൽ എനിക്ക് ഉപകരിക്കുമെന്ന വിശ്വാസം അതൊക്കെ എന്റെ ഉള്ളിലുണ്ട്. എന്റെ പ്രമുഖമായ അർത്ഥമല്ലെങ്കിലും ഉള്ളിലുണ്ട്. മനസ്സിലായോ? എന്ത്? എന്റെ കാൽ എനിക്ക്, എന്റെ വീട്ടിലേക്ക് പോകാൻ എന്റെ കാൽ എനിക്ക് ഉപകരിക്കുമെന്ന വിശ്വാസം എനിക്ക് ഇല്ല. എന്നാൽ അല്ലാഹു എനിക്ക് മതി എന്ന വിശ്വാസം ഉണ്ട്. എന്റെ ജോലി എനിക്ക് മതിയാവുന്ന ഉറപ്പിക്കണ്ട. ഞങ്ങളോട് ലക്ഷക്കണക്കിന് ജോലി കിട്ടിയ ഒരാളെ ഒരു ദിവസം കൊണ്ട് കമ്പനി പിരിച്ചുവിട്ട സംഭവം ഇക്കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അയാൾ ഇന്നും ഇവിടെ ഉണ്ട്, ഇന്നും ഇവിടെ അയാളുണ്ട്. അവനോടും കൂടിയാ പറയണത്. ആരെയും കണക്കാക്കണ്ട, ആരെ കണക്കാക്കിക്കോ. അല്ലാഹ്. അതിനാണ് തൗഹീദ് എന്ന് പറയാ. അതാണ് എന്തിന്റെ ഉള്ളർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എനിക്ക് ഏറ്റവും ഉന്നതനും ഏറ്റവും മഹാനുമായ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും എന്നെ രക്ഷപ്പെടുത്താനോ എനിക്ക് ഉപകാരം ചെയ്തു തരാനോ എനിക്കൊരു നേട്ടം ചെയ്തു തരാനോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും കഴിയില്ല. ഒരാൾ എന്നെ ഒഴിവാക്കിയാലും ഇജ്ജ് പേടിക്കണ്ട. സുബഹിന്റെ നേരത്തെ ഖുനൂത്ത് വതവല്ലനി ഫിമൻ തവല്ലൈത. നീ എന്നെ ഏറ്റെടുക്കണം. നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ. സുന്നികൾ വലിയ ഭാഗ്യവാന്മാരാ. നേരം വെളുക്കുമ്പോൾ അള്ളാഹുവിനോട് വതവല്ലനി എന്ന് പറഞ്ഞിറങ്ങാന്ന് പറഞ്ഞ ഒരു തൗഫീഖ. അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത്. ഒരു സുന്നിയാകാരൻ തൗഫീഖ. വേറെ ചിലർ പറയും അത് അവിടെ ശരിയില്ല ഇവിടെ ശരിയില്ല. അള്ളാഹിനോട് പറയാണല്ലോ. മുമ്പ് കോഴിക്കോട്ടൂര് ഒരു കുനൂത്ത് വേണം വേണ്ട എന്ന ഒരു വിഷയത്തിൽ ഒരു 10-30 കൊല്ലം മുമ്പ് ഒരു തർക്കമുണ്ടായി. അപ്പോൾ അവിടെ മുഹമ്മദ് എന്ന ആൾ മനുഷ്യൻ അങ്ങനെ മഞ്ചേരി ജില്ലാ കോടതിയിൽ കേസ് വന്നു. അവർ കേസ് കൊടുത്തു. ഞങ്ങളെ പള്ളിയിൽ കുനൂത്തോടുണ്ട്, കുനൂത്ത് ഓതാൻ പാടില്ല. ഒരു സംഘം വഹാബിയത്തെ ഉള്ളിൽ അങ്ങനെ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളാണ് ഈ മനുഷ്യൻ. അയാൾ ആണ് കൂട്ടുകേട്ട് വിസ്തരിച്ച്. അപ്പോൾ ജഡ്ജി പറഞ്ഞു അത് കുനൂത്ത് നല്ല കാര്യമാണ്, ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം, അതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്, അത് ദൈവത്തോട് പറയുകയാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുനൂത്ത് ഓതുന്നു. അപ്പൊ ഇയാൾ കുനൂത്തോട് ഓതി കൊടുത്തു. അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈതു വഅഫിനി അങ്ങനെ ഓതി കൊടുത്തു. അപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായില്ല. ജഡ്ജി ഒന്ന് അതിന്റെ അർത്ഥം എന്ന് പറയാം. അപ്പൊ ദൈവമേ എനിക്ക് എന്റെ ആത്മാവിന് വെളിച്ചം തരണമേ, നീ ആരോഗ്യവും സൗഖ്യവും കൊടുത്തവരെ കൂട്ടത്തിൽ എനിക്ക് സൗഖ്യം തരണമേ, നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ ഞാൻ ഏറ്റെടുക്കണം. അപ്പൊ മതി 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 പോയിക്കോളൂ, ഇത് നല്ലതല്ലോ, ഇത് വേണ്ടെന്ന് പറയാൻ പാടില്ലോ. മനസ്സിലായോ പറഞ്ഞേ? അതൊരു ഭാഗ്യ. കുനൂത്തൊരു ഭാഗ്യ. കുനൂത്തിലെ ഓരോ വാക്കും ഒരു കിഞ്ചന. അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ ആഫൈത വതവല്ലനി. അല്ലാഹു തവല്ലനി, നീ എന്നെ ഏറ്റെടുക്കണം. ഫീമൻ തവല്ലൈത, നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു മുഅ്മിനീങ്ങളെ മുഴുവനും ഏറ്റെടുക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും ചേർത്തട്ടെ. 1447 പിറന്നു. നമ്മുടെ ആകെയുള്ള കൈമുതൽ ആരാണ്? അല്ലാഹ്. 1446 വരെ തെറ്റിയിരുന്നു. നമുക്ക് ആകെയുള്ള പ്രതീക്ഷ ആരാണ്? അല്ലാഹ്. ഇന്ന് നമ്മൾ മരിക്കും. നമുക്ക് ആകെയുള്ള പ്രതീക്ഷ ആരാണ്? അല്ലാഹ്. നമുക്ക് സ്വർഗം കിട്ടും. പ്രതീക്ഷ ആരാണ്? അല്ലാഹ്. ഖബറിൽ നമ്മൾ കുടുങ്ങൂല. പ്രതീക്ഷ ആരാണ്? അല്ലാഹ്. എന്റെ കുട്ടികൾ ഞാൻ മരിച്ചോയാൽ കുഴങ്ങൂല. പ്രതീക്ഷ ആരാണ്? അല്ലാഹ്.
കൂത്തിലാണോ തോന്നുന്നു ഒരൊറ്റ വാക്ക്. ഞാനൊരു സംഭവം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. കൂത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അബൂ ത്വാലിബിൻ മക്കി തങ്ങൾ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. ഇനി വേറെ എവിടെയൊന്നും ഓർമ്മയില്ല. അതാണ് എൻ്റെ ഓർമ്മ. ഒരു മഹാനായ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതനെ വയസ്സാം കാലത്ത് ഒരു കുഞ്ഞ് പിറന്നു. ആ പിറവിയിൽ പ്രസവിച്ച ഉടനെ ഭാര്യ മരിച്ചു. പിന്നെ വൃദ്ധനായ, മനസ്സിലായില്ല, അവസാനിപ്പിക്കും ഒരു മിനിറ്റ്, ഇതിലൊരു പാട്ടുണ്ട്. ഒരു വൃദ്ധനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതൻ മരിക്കാനായപ്പോൾ ആ അവസാന കാലത്ത് ശയ്യാവലംബനായ അയാൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പ്രസവത്തിൽ ഭാര്യ മരിച്ചു. പിന്നെ ഈ ചെറിയ കുഞ്ഞിനെ ഇയാൾ കഷ്ടപ്പെട്ട് പാല് വാങ്ങി അങ്ങനെ വളർത്തി. ഒന്നുമില്ല, ദരിദ്രൻ. അപ്പൊ ഇയാൾക്കൊരു ഖാദിം ഉണ്ടായിരുന്നു, ഒരു ശിഷ്യൻ ഖാദിം. മരണശയ്യയിൽ അവസാന ശ്വാസത്തിലായപ്പോൾ ഈ ശിഷ്യൻ ഇയാളോട് പറഞ്ഞു, മാനവർകളെ ഉസ്താദെ, കുഞ്ഞിനെ എനിക്ക് ഏൽപ്പിക്ക്, എന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നല്ലതുപോലെ പോറ്റാം. അപ്പോൾ ഇയാൾ ഖാദിമിനോട് പറഞ്ഞു, വേണ്ട, കുഞ്ഞിനെ നിങ്ങൾ പോറ്റേണ്ട, അത് പിന്നീട് ഒരു വിഷമമാവും. നീ ഏതായാലും നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷം. പിന്നെ നിങ്ങൾ മരിച്ചാൽ കുഞ്ഞിനെ എന്താ ചെയ്യാം? അപ്പോൾ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ രാത്രി നീ വെളുപ്പം കാലത്ത് ഈ കുഞ്ഞിനെയും എടുത്ത് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മത്താഫിലേക്ക് ആരും വരാത്ത നേരത്ത് ആ ഇരുട്ടിൽ കൊണ്ടുപോയി മത്താഫിൽ ഈ കുഞ്ഞിനെ വെക്കുക. എന്നിട്ട് നീ മറിഞ്ഞിരിക്കുക, നീ പേടിക്കണ്ട. ഇയാൾ പണ്ഡിതൻ മരിച്ചു. ആ രാത്രിയിൽ ഈ കുഞ്ഞിനെ ഇടിച്ചുകൊണ്ട് അയാൾ ഹറമിലേക്ക് പോയി. വെളുപ്പം കാലത്ത് മത്താഫിൽ ഈ കുഞ്ഞിനെ വെച്ച് ഇനി എന്താണ് നടക്കുന്നത് എന്നറിയാൻ ഈ മനുഷ്യൻ മസ്ജിദുൽ ഹറമിലെ ഒരു തൂണിന് ഇങ്ങനെ മറഞ്ഞ് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കയിലെ രാജാവിന്റെ രാജ്ഞിയാണ് ത്വവാഫിന് വേണ്ടി ആദ്യം വന്നത് തോഴിമാരോട് കൂടെ. ഇങ്ങനെ ത്വവാഫ് ചെയ്യുന്നതിനിടയിൽ ഒരു വസ്ത്രത്തിൽ പതിഞ്ഞ ഒന്ന് കണ്ടു. നോക്കുമ്പോ ചെറിയ ഒരു കുഞ്ഞ്. അപ്പൊ ആ ഉമ്മാക്കാകട്ടെ മക്കളും ഇല്ല, മനസ്സിലായില്ല. രാജാവിന്റെ ഭാര്യക്ക് മക്കളിൽ രാജാവിന്റെ ഭാര്യ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്തു. അല്ലാ, നീ എനിക്ക് ദാനം ചെയ്തതല്ലേ, എത്ര കാലമായി നിന്റെ മത്താപ്പിൽ ഞാൻ നിന്ന് ദുആ ചെയ്യുന്നു അല്ലാ എന്ന് പറഞ്ഞ് മാറോട് അടുക്കി പിടിച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് ത്വവാഫ് തീർത്ത് നേരെ വീട്ടിൽ പോയി സ്വന്തം കുട്ടിയായി വളർത്തി. വളർന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ മകനാണ് ഈ കുഞ്ഞിനെ വിവാഹം ചെയ്തത്. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല? എങ്ങനെയുണ്ട്? ആരും കണക്കാക്കണ്ട, ഏറ്റെടുക്കണ്ട. കാരണം ഇപ്പോൾ ഉസ്താദിന്റെ കുട്ടിയാണ്. 2 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞാൽ അങ്ങനെ പോവും. കണ്ണകന്നാൽ കൽപകലും. ഇനിയിപ്പോ ഞാന് ഇവിടുന്ന് മരിച്ചു എന്ന് വെക്കാം, അടുത്ത ക്ലാസ്സിൽ ഞാൻ മരിച്ചു എന്ന് വെക്കാം, നമ്മളെ കാക്കട്ടെ. പിന്നെ നിങ്ങൾ ഇന്നെ മറക്കും. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഈസാ നബിയെ കിട്ടിയിട്ട് പിന്നെ ഒരു വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? അതൊക്കെ പണ്ട് കാലമൊക്കെ കഴിഞ്ഞില്ലേ? മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആരെയും കണക്കാക്കണ്ട, ആരെയും എൻ്റെ ഓളയും കണക്കാക്കണ്ട. അവൾ തന്നെ ഇഷ്ടമുള്ള സമയത്ത് നമ്മളോട് പറയാ, മരിക്കണത് വരെ ഞങ്ങളൊപ്പം ഉണ്ടാവുന്ന. അപ്പുറത്തെ കുഞ്ഞാത്തു ചാടിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ഓള് പറയും, നിങ്ങൾ പേടിക്കണ്ട, മരിക്കണത് വരെ ഞങ്ങളൊപ്പം ഉണ്ടാവും എന്നാ പറയാ. നമുക്ക് മരിക്കണത് വരെ UDF ഉണ്ടാവും, അല്ലെങ്കിൽ LDF ഉണ്ടാവും. നമുക്ക് ഒരാളെ ആവശ്യമില്ല, നമുക്ക് മരിച്ചിട്ടാണ് ഒരാളെ ആവശ്യമുള്ളത്. അത് തുടക്കത്തിൽ ഓള് പറഞ്ഞിട്ടുണ്ട്, മരിച്ചിട്ട് ഞാൻ ഉണ്ടാവില്ല, മരിച്ചിട്ടുണ്ടാവുന്ന ഒരാളേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.